ഹലോ, ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. നമസ്കാരം. ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, പനി കഴിഞ്ഞു, പനി ഉണ്ടായിരുന്നു, പനിക്ക് മരുന്ന് കഴിച്ചു, പനി മാറി, പക്ഷേ ചുമ മാറിയില്ല എന്ന്. അതൊരു കുറേ പേര് ചോദിച്ചതുകൊണ്ട് അതിനെപ്പറ്റിയാകാം ഇന്ന് നമ്മുടെ ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വൈറൽ ഫീവർ വന്നാൽ ഒരു 3 തൊട്ട് 5 ദിവസം വരെ ചൂടുണ്ടാവും, ദേഹവേദന ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു പക്ഷേ അങ്ങ് തനിയെ തന്നെ മാറിയേക്കും. ചില ആൾക്കാരിൽ പ്രതിരോധശേഷി കുറഞ്ഞവരിലോ, ഡയബറ്റീസ് ഉള്ളവരിലോ, അല്ലെങ്കിൽ പ്രായമായവരിലോ, തീരെ കുട്ടികളിലോ ഒക്കെ ചിലപ്പോൾ അത് തലവേദന, ചുമ ആയി മാറും. അപ്പോൾ ഏതെങ്കിലും അടുത്തുള്ള ഡോക്ടറെ കാണിക്കും, ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. അപ്പോൾ പനി മാറും, പക്ഷേ ചുമ പെർസിസ്റ്റ് ചെയ്യും. കഫമെല്ലാം വെളുക്കും എന്ന് പറയും. പക്ഷേ എന്നാലും തൊണ്ട കുത്തി ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും. അതിന് എന്താണ് കാര്യം നമുക്ക് നോക്കാം. അത് വളരെ നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഒരു മുറ്റത്തോ പറമ്പിലോ കുറച്ച് വിറക് കൂട്ടിയിട്ട് തീ കത്തിക്കാൻ ഓർക്കുക. തീ ജ്വാലയായി കഴിയുമ്പോൾ ആ ജ്വാല നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തി. എന്നാലും ആ കത്തിച്ചതിൽ നിന്ന് പുക വരും, ചൂടുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയാണ് പനി വന്ന് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുമ നിലനിൽക്കുന്നത്. ഒന്നും കൂടി ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത്, ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടായ ആക്രമിച്ചു കയറിയ ബാക്ടീരിയയെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. ആ ബാക്ടീരിയ ഉണ്ടാക്കിയ ഇൻഫെക്ഷൻ്റെ ബാക്കിയായിട്ട് ഉണ്ടാകുന്ന കുറേ എഫക്ട്സ് ഉണ്ട്. നമ്മൾ ശ്വാസം എടുക്കുന്നത് മൂക്കിലൂടെ പോകുന്ന ശ്വാസം നേസൽ സൈനസസിലൂടെയും ശ്വാസനാളത്തിൽ കൂടെ ശ്വാസകോശത്തിലേക്കും പോകും. ഈ നേസൽ സൈനസിലും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലേക്കും പോകുന്ന ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനികളിലും ചെറു ശ്വസനികളിലും ഒക്കെ അതിനെയൊക്കെ അകത്ത് ആവരണം ചെയ്യുന്ന മ്യൂക്കോസ എന്ന് പറഞ്ഞ സ്തരമുണ്ട്. ആ സ്തരത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ആ സ്തരത്തിൽ നീർവീഴ്ച ഉണ്ടാകും. ആ സ്തരത്തിൽ ചെറിയ ചെറിയ ഗ്ലാൻസ് ഉണ്ട്, മ്യൂക്കസ് ഗ്ലാൻസ്. നമ്മുടെ കഫം സെക്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈനസും ശ്വാസകോശത്തിൽ ബ്രോങ്കസും എല്ലാം നനഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള സെക്രീഷൻസ് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലമേഷൻ വരുമ്പോഴും ആ സെക്രീഷൻ കൂടിയിരിക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ബാക്ടീരിയ നശിക്കും, പക്ഷേ ഈ നീർവീഴ്ച അപ്പോൾ ഉടനെ തന്നെ മാറില്ല. അത് സാവകാശം കൊണ്ടാണ് മാറുന്നത്. അപ്പോൾ നീർവീഴ്ച ഉള്ളിടത്തോളം കാലം ആ മ്യൂക്കസ് ഗ്ലാൻസിൽ നിന്ന് സെക്രീഷൻ വരും, കഫം എന്ന് വേണമെങ്കിൽ പറയാം. ആ സെക്രീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നേസൽ സൈനസിൽ വരുന്ന സെക്രീഷൻ മൂക്കിൻ്റെ പുറകിലൂടെ തൊണ്ടയിലേക്ക് പോകും. നമ്മൾ പോസ്റ്റ് നേസൽ ട്രിപ്പ് എന്നൊക്കെ പറയുന്നതാണത്. അത് ഇങ്ങനെ തൊണ്ടയിലൂടെ നിരന്തരം പോകുമ്പോൾ തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചുമ ഉണ്ടാകുകയും ചെയ്യും. അതാണ് ഒരു കാരണം. അതുപോലെ തന്നെ സൈനസ് പോലെ തന്നെയാണ് ശ്വാസനാളവും ശ്വാസകോശത്തിലേക്ക് പോകുന്ന ശ്വസനികളിലെ ചെറിയ വളരെ സൂക്ഷ്മദർശനിൽ കൂടി മാത്രം കാണാൻ പറ്റുന്ന സീലിയ എന്ന് പറയുന്ന രോമങ്ങളുണ്ട്. ആ രോമങ്ങളുടെ ചലനശേഷി നമ്മുടെ ഇൻഫെക്ഷൻ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ നീർവീഴ്ച മാറി ആ സീലിയകൾക്കുള്ള ചലനശേഷി വരുന്ന സമയം വരെ ഈ ചുമ ഇറിറ്റേഷൻ ആ ഇൻഫ്ലമേഷൻ്റെ ഇറിറ്റേഷൻ കാണുകയും ചുമ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതാണ് വേറൊരു കാരണം. ഇനി ഒരു കാരണം കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ചുമ മാറുന്നില്ലെന്ന് എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ മാറി കണ്ട് പലതവണ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുളികകളും എല്ലാം കഴിക്കും. ഈ ടാബ്ലറ്റ്സ് എല്ലാം ചെന്നിട്ട് നമ്മുടെ വയറിനകത്ത് ആസിഡിറ്റി ഉണ്ടാക്കും. ആ ആസിഡ് തന്നെ മുകളിലേക്ക് ശ്വാസനാളത്തിലേക്കും തൊണ്ടയിലേക്കും വന്ന ഇറിറ്റേഷൻ ഉണ്ടാക്കി ചുമ നീണ്ടു നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ഇതിനൊരു ആശ്വാസം കണ്ടെത്താം. അതാണല്ലോ പ്രധാനം. വളരെ സിമ്പിളാണ്. മൂക്കിൻ്റെ പുറകിൽ കൂടെ തൊണ്ടയിലൂടെ കഫം പോകുന്നുണ്ടെങ്കിൽ മൂക്കിൽ മരുന്നൊഴിക്കുകയും ആവി പിടിക്കുകയും ചെയ്താൽ മതിയാവും. അതല്ല, അങ്ങനെ ഇല്ല, തൊണ്ടയിൽ കുത്തി ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം, വാം വാട്ടർ,
ധാരാളം കുടിക്കുക. കാരണം ഹൈഡ്രേഷൻ വേണം. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് ഈ ചുമയെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. ബെനാറ്റിൽ പോലെയുള്ള കഫ് സിറപ്പുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണ്ട് 3 തൊട്ട് 8 ആഴ്ച വരെ ഇങ്ങനെയുള്ള ചുമ നീണ്ടു നിൽക്കാൻ വഴിയിട്ട്. പക്ഷേ ശ്വാസമുട്ടലുണ്ടാകുന്നു, വീണ്ടും ചൂടും പറയലും പനിയും ഒക്കെ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചുമ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഉടനെ തന്നെ അടുത്തുള്ള ഫിസിഷ്യനെയോ ENT സ്പെഷ്യലിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ സംശയം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. കാണാം ഇനിയും പുതിയ ഒരു ആരോഗ്യ പ്രശ്നവുമായിട്ട്.